നിങ്ങൾക്കറിയുന്നത് പോലെ ഇന്നലെ എറണാകുളം വൈപ്പിനിലെ ഇടവനക്കാട് പഞ്ചായത്തിൽ പ്രതിഷേധം നടന്നു. റോഡൊക്കെ അവർ ഉപരോധിച്ചിരുന്നു, ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്നും യഥാർത്ഥത്തിൽ ഈ ഇടവനക്കാട് പഞ്ചായത്തിൽ ഹർത്താൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ അറിയുന്നത്. കടലേറ്റം രൂക്ഷമായിട്ടും കടൽഭിത്തി നിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് തീരദേശ സംരക്ഷണ സമിതി ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. എബിൻ ജോസ് ചേർന്നു. ഗുഡ് മോർണിംഗ് എബിൻ. എബിൻ, ഇടവനക്കാട് പഞ്ചായത്തിലെ ഹർത്താലിൻ്റെ വിശദാംശങ്ങൾ. SKN ഗുഡ് മോർണിംഗ്. ഇന്ന് 6 മണി മുതൽ ഹർത്താൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ റോഡ് ഉപരോധമായിരുന്നു ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയത്. പക്ഷേ ഇന്ന് ഹർത്താലിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ കടലാക്രമണം ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ കടൽഭിത്തി നിർമ്മിക്കണം, ടെട്രോപോഡ് സ്ഥാപിക്കണമെന്നുള്ളതാണ് ഇവരുടെ പ്രധാനമായ ആവശ്യം. അത് ഇന്നലെ സബ് കളക്ടറൊക്കെ ഇവിടെ എത്തി ഇവരുമായി ചർച്ച നടത്തിയെങ്കിലും അതിലൊരു തീരുമാനമായില്ല. അതുകൊണ്ട് തന്നെയാണ് ഹർത്താലിലേക്ക് കടന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക ചർച്ച നടത്തുന്നുണ്ട് സമരസമിതിയുടെ നേതാക്കളുമായി. അതിനുശേഷമായിരിക്കും ഹർത്താൽ പിൻവലിക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനമാവുകയുള്ളൂ. കാലങ്ങളായി ഈ മേഖലയിലുള്ള തീരദേശത്ത് താമസിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ഒരു ദുരിതമാണ് കടലേറ്റം ഉണ്ടാവുമ്പോൾ വീടുകളിൽ വെള്ളം കയറുന്നതും അതുപോലെ തന്നെ വഴികളിലെല്ലാം വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കടുത്ത പ്രതിഷേധത്തിലേക്ക് ഇത്തവണയും പോയിരിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി വൈകുന്നേരം, പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷമാണ് കടലാക്രമണം രൂക്ഷമാകുന്നത്. തിരകളടിച്ച് വീടുകളിലേക്ക് കയറുന്ന സാഹചര്യമുണ്ട്. ഇതിനെ തുടർന്നാണ് ഇന്നലെ ഇവിടെ ഇടവനക്കാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ സമരപ്പന്തൽ കെട്ടി റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നുപോയത്. ഇന്നത് കടുത്ത പ്രതിഷേധത്തിലേക്ക്, ഹർത്താലിലേക്ക് കടക്കുകയാണ്. വഴികൾ തടഞ്ഞിട്ടുണ്ട്. അത്യാവശ്യ വാഹനങ്ങൾ, സ്കൂൾ വാഹനങ്ങളും അതുപോലെ തന്നെ മറ്റു അത്യാവശ്യ വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുന്നതുള്ളൂ. കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഇടവനക്കാട് പഞ്ചായത്തിൽ മാത്രമാണ് പ്രധാനമായും ഹർത്താലുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ചർച്ചയ്ക്ക് ശേഷം ഏതെങ്കിലും അടിയന്തരമായ തീരുമാനം, പ്രത്യേകിച്ച് ടെട്രോപോഡ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ചും ഉള്ള തീരുമാനമെടുത്താൽ മാത്രമായിരിക്കും ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങുകയുള്ളൂ എന്നാണ് ആളുകൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കണം, നിയമസഭ ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും ഹർത്താൽ ഇപ്പോൾ രാവിലെ തന്നെ സജീവമായി പുരോഗമിക്കുകയാണ്. എബിൻ ജോസ്.